ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മത പാലിക്കണം. ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മത. ചെരുപ്പിടുമ്പോൾ വലത്തേ കാലിടുക ചെറിയ കാര്യമാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്തെ കാല് വെച്ച് ഇറങ്ങുക വലിയ ചെറിയ കാര്യമാണ്, വലിയ കൂലിയാണ്. പള്ളിക്കൊന്ന് ഇറങ്ങുമ്പോൾ ഇടത്തെ കാല് വെക്കുക, പള്ളിയിലേക്ക് കയറുമ്പോൾ വലത്തെ കാല് വെക്കുക. കുറച്ച് ദിവസം ശ്രദ്ധയോടുകൂടെ ചെയ്താൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ആയി മാറും. ഉപ്പായിടുമ്പോൾ ആദ്യം വലത്തെ കൈയിടുക, എല്ലാ കാര്യങ്ങളും അങ്ങനെ. നല്ല കാര്യങ്ങളിലൊക്കെ വലത്തേതിനെ മുന്തിക്കുക. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഔദും ബിസ്മിൻ ചൊല്ലുക, വെള്ളം ഒഴിക്കുമ്പോൾ വലത്തെ കൈ കൊണ്ട് ഒഴിക്കുക, അരിയിടുമ്പോൾ വലത്തെ കൈ കൊണ്ട്. തിന്നുക, കുടിക്കുക, കൊടുക്കുക, വാങ്ങുക, 4 കാര്യങ്ങൾ എന്ത് തലകുത്തി മറിഞ്ഞാലും വലത്തെ കൈ കൊണ്ട് ചെയ്യണം. തിന്നുക, കുടിക്കുക, കൊടുക്കുക, വാങ്ങുക, 4 കാര്യം എങ്ങനെയായാലും എത്ര പ്രയാസമാണെങ്കിലും വലത്തെ കൈ കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. വലത്തെ കൈ കൊണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരാളൊരു സാധനം തന്നാൽ ഇടത്തേതുകൊണ്ട് വാങ്ങരുത്. അപ്പോഴും സ്റ്റിയറിങ് ഇടത്തേൽ പിടിച്ചിട്ട് വലത്തേതുകൊണ്ടേ വാങ്ങുക. കൊടുക്കുക, വാങ്ങുക. ബസ്സിൽ നിന്ന് കണ്ടക്ടർക്ക് പൈസ കൊടുക്കുകയാണ്, അപ്പോൾ വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ എന്നാൽ ഇടത്തേതുകൊണ്ട് കൊടുക്കാൻ തീരുമാനിക്കരുത്. അത് മാറ്റിയിട്ട് വലത്തേതുകൊണ്ട് കൊടുക്കണം. ബാക്കി വാങ്ങണതും വലത്തേതുകൊണ്ട് വാങ്ങണം. മീൻകാരന് പൈസ കൊടുക്കുന്നതും വലത്തേതുകൊണ്ട്, മീൻ ഇങ്ങോട്ട് വാങ്ങണതും വലത്തേതുകൊണ്ട്. മീൻകാരനും അങ്ങനെ തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കണ്ട വെച്ചാൽ മതി, അപ്പോൾ അവന് മനസ്സിലാവും ഇത് വലത്തേതല്ലായിട്ടാണ്. ഒരിക്കൽ തിരുത്തി കൊടുത്താൽ പിന്നെ ആരും ശരിയാവും. നമ്മൾ പൈസ കൊടുക്കുമ്പോൾ ഇടത്തേതുകൊണ്ട് വാങ്ങുകയാണെങ്കിൽ വലത്തേതുകൊണ്ട് വാങ്ങിക്കോ, നല്ല പൊരുത്തമുള്ള മുതലാന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതി. എന്നാൽ പിന്നെ ഓന് ജീവിതത്തിൽ മൊത്തം ഉണ്ടാവും. ചെറിയൊരു തിരുത്തലുകളെ കൊണ്ട് വലിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റും. ബറക്കത്തുകൾ വരുന്ന വഴിയെ നമ്മൾ ഒരിക്കലും തടുക്കാൻ പാടില്ല. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മതയുള്ളവരാവുക. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ദറജ നമുക്കുണ്ടാകും. ദറജ ഉയർത്തപ്പെടും അള്ളാഹുവിൻ്റെ അടുക്കൽ. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, ബഹുമാനം ഉണ്ടായിരിക്കുക, സംസാരം നല്ലോണം ശ്രദ്ധിക്കുക. ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക, അവിടുത്തെ സംസാരത്തെ കൊണ്ടുവരിക, അവിടുത്തെ പ്രവർത്തനങ്ങളെയും അവിടുത്തെ നടത്തം, ഇരുത്തം എന്നിവയെയും ജീവിതത്തിൽ കൊണ്ടുവരിക. നബിതങ്ങൾ നടന്നതുമാതിരി നടക്കാൻ ശ്രമിക്കുക, നബിതങ്ങൾ ഇരുന്നത് പോലെ ഇരിക്കാൻ ശ്രമിക്കുക, അള്ളാന്റെ റസൂല് ചിരിച്ചതുപോലെ ചിരിക്കാൻ ശ്രമിക്കുക. നബിതങ്ങൾ പുഞ്ചിരിക്കുന്ന ആളായിരുന്നു, പൊട്ടിച്ചിരിക്കാറുണ്ടായിരുന്നില്ല. നബിതങ്ങളുടെ സംസാരം വിട്ടുപിരിഞ്ഞ സംസാരമായിരുന്നു. യഫ്ഹമു കുല്ലു മൻ യസ്മഉ, കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകാറുണ്ടായിരുന്നു. പുണ്യനബിയുടെ സംസാരത്തിന്റെ പ്രത്യേകതയാണത്. അള്ളാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അധികവും വെള്ള വസ്ത്രം ധരിക്കുന്ന ആളായിരുന്നു. അപൂർവമായി അല്ലാതെയും ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിക്കവാറും തൊപ്പി ധരിച്ച് അതിനു മുകളിൽ തലപ്പാവ് ധരിക്കുന്ന ആളായിരുന്നു. അപൂർവമായി തൊപ്പി മാത്രമായും ധരിച്ചിട്ടുണ്ട്. അങ്ങനെ എന്ത് വിഷയത്തിലും ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതൃകയാക്കുക. എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുകയാണെങ്കിൽ വലതുവശത്തേക്ക് മാത്രമാണ് ആദ്യം കൊടുത്തിരുന്നത്. അപൂർവമായി ഇടതുവശത്തേക്ക് കൊടുക്കേണ്ടി വന്നാൽ വലതുവശത്തുള്ള ആളോട് സമ്മതാക്കിയതിനു ശേഷം മാത്രമേ ഇടതുവശത്തേക്ക് കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരിക്കൽ സയ്യിദന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒരു ബത്തക്ക കിട്ടി. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു ബത്തക്ക കിട്ടി. അപ്പോൾ ഒരുപാട് സമയം ആ ബത്തക്ക ഇങ്ങനെ നോക്കിയതിന് ശേഷം തിരിച്ചു മറിച്ചൊക്കെ നോക്കിയിട്ട് അവസാനം വലതുവശത്തുള്ള ആൾക്ക് കൊടുത്തു അത്. അപ്പോൾ ആളുകൾ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് ചോദിച്ചു, അല്ലയോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, നിങ്ങൾ ബത്തക്ക കഴിക്കലില്ലേ എന്ന് ചോദിച്ചു. സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബത്തക്ക കഴിക്കാത്തത് കൊണ്ടല്ല, അള്ളാഹുവിന്റെ റസൂൽ ബത്തക്ക ബിത്തീഖ് എങ്ങനെയാണ് മുറിച്ചത് എന്ന് ഓർമ്മ വരാത്തത് കൊണ്ടാണ്. ബിത്തീഖിന് ചിലർ ആപ്പിൾ നർത്തം വെച്ചിട്ടുണ്ട്, അതും ശരി തന്നെ ആയിരിക്കും. അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാണിത് മുറിച്ചതെന്ന് എനിക്ക് ഓർമ്മ വരാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ആപ്പിള് മുറിക്കുന്നതിൽ വരെ സഹാബത്ത് റളിയല്ലാഹു അൻഹും ഇത്തിബാ പാലിച്ചിരുന്നു എന്നാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നാര മകനാണ് മുത്തബിഉസ് സിന്ന എന്ന പേര്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ ഉസ്മാൻ എന്ന പേരായ അബൂ ഖുഹാഫ മകനെ കൊണ്ടറിയപ്പെട്ടു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടാണ് അബൂ ഖുഹാഫ അറിയപ്പെടുന്നത്.
എന്നാൽ വാപ്പാനെ കൊണ്ടറിയപ്പെട്ട ആൾക്കാരുണ്ട്. വാപ്പാനെ കൊണ്ടറിയപ്പെട്ട ആള് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ ബാപ്പാരെ കൊണ്ടറിയപ്പെട്ട മക്കൾ. സയ്യിദുനാ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മാതൃകയാവേണ്ടതായിട്ടുണ്ട്. പുണ്യനബിയുടെ സുന്നത്തുകളെയും അവിടുത്തെ ജീവിതക്രമങ്ങളെയും അതേപടി എങ്ങനെയൊക്കെയാണോ അനുകരിക്കാൻ പറ്റുക അങ്ങനെയൊക്കെ അനുകരിച്ച് ജീവിതത്തിൽ കൊണ്ടുവന്ന ഒരാളാണ്. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നീണ്ട 10 വർഷം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കഴിച്ചുകൂട്ടി. നബി തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കണ്ട ഓരോ കാര്യങ്ങളെയും അതേ പ്രകാരം തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അപ്പൊ സഹാബത്ത് റളിയല്ലാഹു അൻഹും ആ വിഷയത്തിൽ വളരെയധികം മുൻപന്തിയിലായിരുന്നു എന്ന് കാണാം. ഏത് വിഷയമാണെങ്കിലും നമുക്ക് പലപ്പോഴും നിസ്സാരമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ വരെ അവർ വലിയ പ്രാധാന്യത്തോടുകൂടെ കാണുകയും അള്ളാന്റെ റസൂൽ ചെയ്ത അതേപോലെ ചെയ്യാൻ വേണ്ടിയും അതേപോലെ പറയാൻ വേണ്ടിയും ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാണ്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഭരണകാലത്ത് പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു പോണ സമയത്ത് വഴിയിലേക്ക് ഇങ്ങനെ ഒരു തകരത്തിന്റെ പാത്തി ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നുണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്ന് ഒരു തകരപ്പാത്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ട് എന്ന് തോന്നിയില്ല. കാരണം അത് പഴയ കാലത്ത് എന്തോ ഒരു ആവശ്യത്തിന് വെച്ചതാണ്. ഇപ്പൊ അത് വലിയൊരു ഉപകാരമുള്ള പാത്തിയൊന്നുമല്ല, വെറുതെ ഇങ്ങനെ വഴിക്ക് ഇങ്ങനെ തൂങ്ങിക്കുന്നു കണ്ടപ്പോൾ മൂപ്പരന് വലിച്ചിട്ടു. അപ്പോൾ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി, ഉമറേ, ഈ പാത്തി ഏതാണെന്നറിയോ? ഇത് അള്ളാന്റെ റസൂല് പള്ളിയിലേക്ക് നടന്നു പോയിരുന്ന സമയത്ത് തട്ടിന്റെ മുകളിൽ നിന്ന് ആളുകളുടെ തലയിലേക്ക് വെള്ളമൊറ്റാതിരിക്കാൻ വേണ്ടി വെച്ച പാത്തിയായിരുന്നു എന്ന് പറഞ്ഞു. ഇന്ന് അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഇങ്ങനെ കുമ്പിട്ട് നിന്നിട്ട് ഇബ്നു അബ്ബാസിനോട് പറഞ്ഞു, എൻ്റെ പുറത്ത് രാത്രി ഇങ്ങനെ എല്ലാവരും ഉറങ്ങുമ്പോൾ തൻ്റെ പ്രജകളുടെ ക്ഷേമാഐശ്വര്യങ്ങളെ